Next question. Mr. Joshi, senior manager company at Chennai, and has the following emoluments during the previous year. Okay. അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്താണ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. Therefore, while finding the HR exemption, 50% of the salary must be given. ഓക്കെ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബേസിക് സാലറി ആൾക്ക് 17,000 ഉണ്ട്. ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് 30% ഓഫ് ബേസിക് സാലറി. ഓക്കെ. ദെൻ കമ്മീഷൻ ഇയാൾക്ക് 1000 പെർ മന്ത് ഉണ്ട്. മെഡിക്കൽ അലവൻസ് 2000 ഉണ്ട്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 500 ഉണ്ട്. ഹൗസ് റെന്റ് അലവൻസ് റെന്റ് അടയ്ക്കുന്ന 3000 ആണ്. അത് കിട്ടുന്ന എത്രയാണ്? 2500 ആണ്. ഫെസ്റ്റിവൽ അലവൻസ് 5000 ഉണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞത് കമ്പ്യൂട്ട് ഈസ് ഗ്രോസ് സാലറി, മൊത്തത്തിലുള്ള സാലറി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഞാനിവിടെ എഴുതുന്നത് ബേസിക് സാലറിയാണ്. ഓക്കെ, ബേസിക് സാലറി. അപ്പൊ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 17,000 ഇൻറ്റു 12, 2,04,000 രൂപ ഇയാൾക്ക് ബേസിക് സാലറി കിട്ടുന്നുണ്ട്. ദെൻ ഡിയർനെസ് അലവൻസ് എത്ര ശതമാനം പറഞ്ഞത്? 30% അല്ലേ? 30% ഇൻറ്റു ഏത്? 2,04,000. ഓക്കെ, 2,04,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 61,200 കിട്ടും. 61,200 ചെയ്യാം. 2,04,000 ഇൻറ്റു 30%, 61,200. ഓക്കെ, 61,200 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ കമ്മീഷൻ വരുന്നത് 1000 രൂപയാണ് അല്ലെ? പെർ മന്ത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും? 1000 ഇൻറ്റു 12, 12,000 രൂപ അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ദെൻ മെഡിക്കൽ അലവൻസ് ആയിട്ട് എത്രയുണ്ട്? 2000 രൂപ മന്ത്ലി ഉണ്ട്. 2000 ഇൻറ്റു 12, 24,000 രൂപ അയാൾക്ക് മെഡിക്കൽ അലവൻസ് ഉണ്ട്. മറ്റൊന്ന് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA എന്ന് പറയും. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അയാൾക്ക് 500 രൂപയുള്ളത്. 500 ഇൻറ്റു 12, 6,000 രൂപ അയാൾക്ക് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കിട്ടുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? HRA ഉണ്ട് അല്ലെ? HRA അയാൾക്ക് ചില എക്സംഷൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ HRA കിട്ടുന്നത് എത്രയാണ്? 2,500 ആണ് അല്ലെ? പെർ മന്ത്. ഇപ്പൊ 2,500 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ 30,000 രൂപയുണ്ടാവും. HRA എത്രയുണ്ട്? 30,000 രൂപയുണ്ട്. പക്ഷെ 30,000 മുഴുവനും എന്തല്ല, ഇതിലേക്ക് പോകില്ല. എന്ത് കാണിക്കാം? നമുക്ക് എക്സംഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എത്രയാണ് എക്സംപ്റ്റഡ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ HRA കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം. അതിന് ഞാനൊരു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. HRA കാൽക്കുലേഷനിൽ നമുക്കറിയാം എന്താ നമ്മൾ എഴുതുക? ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ്. ഓക്കെ, അതിൽ എ ആക്ച്വൽ HRA റിസീവ്ഡ്. എന്താണ് ആക്ച്വൽ HRA റിസീവ്ഡ്? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയും 30,000 അല്ലേ? എങ്ങനെ കിട്ടിയത്? 2,500 ഇൻറ്റു 12 എത്ര കിട്ടും? 30,000 രൂപ അയാള് ആക്ച്വൽ HRA കിട്ടുന്നുണ്ട്. ദെൻ ബി എന്ന് പറയുന്നത് ഓക്കെ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് അല്ലേ? എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എടുക്കുക? ഇതിൽ നമ്മൾ ബേസിക് സാലറിയും എടുക്കും. ഇവിടെ സാലറി എന്ന് പറയും. ഈ ഒരു കേസിൽ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി എടുക്കും. അതുപോലെ DA, കാരണം ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സാലറിയിൽ എന്തും കൂടെ വരുന്നുണ്ട്? DAയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 2,04,000 പ്ലസ് 61,200 അല്ലെ?
2,65,200 എന്ത് HRA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ 10%, അതിന്റെ 10%, 2,65,200 അല്ലേ പറഞ്ഞത്? 200 ഇൻറ്റു 10% ഇൻറ്റു 0.1 ഫിസിക്കൽ ടു 26,520. ഓക്കെ, 26,520 എന്തിൽ നിന്ന് കുറയ്ക്കണം? റെന്റ് പെയ്ഡിൽ നിന്ന് അല്ലേ? റെന്റ് പെയ്ഡ്, എക്സസ് ഓഫ് റെന്റ് പെയ്ഡ്. റെന്റ് പെയ്ഡ് എത്രയാ? 3,000 ആണ് അല്ലേ? 3,000 ഇൻറ്റു 12 36,000 അല്ലേ? 36,000. ഓക്കെ, 36,000 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഈ 26,520 കുറയ്ക്കണം. നമുക്ക് 9,480 കിട്ടും. 9,480. 9,400. ഞാൻ ഈ ഭാഗത്തേക്ക് എഴുതാം. 9,480. 2 ഐറ്റം കിട്ടി അല്ലേ? ആക്ച്വൽ HRSയുടെ കിട്ടി, പിന്നെ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ ദി 10% ഓഫ് സാലറി. ദെൻ സി എന്തായിരുന്നു? 40% ആണോ 50% ആണോ? യെസ്, 50% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന ഈ എമൗണ്ടിന്റെ നേരെ പകുതി. ഓക്കെ, 2,65,200 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 50% ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,32,600 കിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 9,480 അല്ലേ? അപ്പം HRAയിൽ മുഴുവനില്ല. HRAയിൽ നമുക്ക് എക്സംപ്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, എക്സംപ്റ്റ് 9,480. ഇത് എന്തായാലും കുറയും അല്ലേ? ബാക്കിയുള്ള എത്രയാ? 20,520. 20,520 എന്താണ്? ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആണ്. ഇനി മറ്റൊന്ന് ഫെസ്റ്റിവൽ അലവൻസ്. 5,000 രൂപയാണ്. പെർ മന്ത് എന്നൊന്നും പറഞ്ഞില്ല, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 5,000 എഴുതുന്നു. ഓക്കെ, പിന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്തിരുന്നു. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3,32,720 നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഇസ് ഗ്രോസ് സാലറി. ഓക്കെ.